2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ. ഇഷ്ടം എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച നവ്യ പിന്നീട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നായികയായി. വിവാഹശേഷമാണ് നടി അഭിനയ രംഗത്ത് നിന്ന് ഇടവേളയെടുത്തത്. തിരിച്ചുവരവിന് നവ്യയ്ക്ക് ഏറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. 2022-ൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യയ്ക്ക് കരിയറിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിച്ചത്. ഇന്ന് സിനിമയും നൃത്തവുമായി തിരക്കിലാണ് നവ്യ. കഴിഞ്ഞ ദിവസം തന്റെ ക്ലോത്തിംഗ് ബ്രാൻഡിനും നവ്യ തുടക്കമിട്ടു. 14 വയസ്സുകാരനായ തന്റെ മകനെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചുമാണ് നവ്യ ലെറ്റ്സ് ടോക്ക് ലാല എന്ന യൂട്യൂബ് ചാനലിലൂടെ മനസ്സ് തുറന്നത്. മകനെ നിയന്ത്രിച്ചു വളർത്തുന്ന അമ്മയല്ല താനെന്നാണ് നവ്യ പറയുന്നത്. എൻ്റെ അനുഗ്രഹം എന്നത് അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്. അമ്മ ടീച്ചറാണ്. അമ്മയ്ക്കൊരു കുട്ടിയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നറിയാം. അമ്മ വളരെ കൺവെൻഷനാണ്, ഞാൻ ലിബറലും. രണ്ടുപേരുടെ കോമ്പിനേഷനും ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. സായി ഒരു നല്ല കുട്ടിയാണ്. സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ എന്നോട് പറയും. ഞാൻ അവനെ തല്ലിയിട്ടില്ല. പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വളർത്തണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ മാനസികമായി ഇതുവരെ അമ്മയായിട്ടില്ല എന്നാണ്. ഞാനിപ്പോഴും എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്, വളർത്തലല്ല. അവൻ വളർന്നോളും, നമ്മൾ കൂടെ നിന്നാൽ മതിയെന്നാണ് തനിക്ക് തോന്നിയതെന്ന് നവ്യ വ്യക്തമാക്കി. സിനിമയിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും നൽകിയ വാക്കിനെ കുറിച്ചും നവ്യ സംസാരിച്ചു. പ്രേമിച്ച് കല്യാണം കഴിക്കില്ല, മൊബൈൽ ചോദിക്കില്ല, പഠനം നിർത്തില്ല എന്നീ 3 കാര്യത്തിൽ അവർക്ക് വാക്ക് കൊടുക്കുകയും അത് പാലിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തന്നെ അഭിനയിക്കാൻ അനുവദിച്ചതെന്ന് നവ്യ നായർ വ്യക്തമാക്കി. വിവാഹശേഷം ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ. ഏറെക്കാലം നവ്യ മുംബൈയിലായിരുന്നു. പിന്നീട് നടി കേരളത്തിലേക്ക് തിരിച്ചു വന്നു. 5 വർഷമായി താൻ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണുള്ളതെന്ന് അടുത്തിടെ തന്റെ യൂട്യൂബ് ചാനലിൽ നവ്യ പറഞ്ഞിരുന്നു. ജാനകി ജാനയാണ് നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പാതിരാത്രി, വരാഹം എന്നിവയാണ് വരാനിരിക്കുന്ന സിനിമകൾ. സിനിമയ്ക്കൊപ്പം നൃത്തത്തിലും നവ്യ ശ്രദ്ധ നൽകുന്നുണ്ട്. നൃത്ത അധ്യാപിക കൂടിയാണ് അവർ. താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.